അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എൻ്റെ നാട്ടുകാരനും SDPI പുല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ അബ്ദുൽ ലത്തീഫിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 16 വർഷത്തോളം ഗൾഫിൽ കഠിനാധ്വാനം ചെയ്ത് 3 പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുകയും ഒരു ചെറിയ വീട് സ്വന്തമാക്കുകയും ചെയ്ത അബ്ദുൽ ലത്തീഫ് ആ ബാധ്യതകളെല്ലാം തീർന്നതോടുകൂടി മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമാണ് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത്. മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് അതിനുള്ള പരിഹാരമാർഗം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തോളമായി ചുരുങ്ങിയ ചെലവിൽ ആ ചികിത്സ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അദ്ദേഹവും കുടുംബവും. എന്നാൽ 60 വയസ്സ് പിന്നിട്ടാൽ അത് അത്ര വിജയകരമാവുകയില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശസ്ത്രക്രിയ കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിൽ വെച്ച് പെട്ടെന്ന് തന്നെ നിർവഹിക്കുവാൻ പാർട്ടി പ്രവർത്തകന്മാർ തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 8-ാം തീയതി അതിനുള്ള പ്രോസസ്സ് ആരംഭിക്കുന്നു. അന്നു മുതൽ 1 മാസത്തിനകം സർജറി നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പുല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് 16 ലക്ഷം രൂപയാണ് ഈ ചികിത്സയ്ക്ക് ആശുപത്രി ചെലവ് മാത്രമായിട്ട് വരുന്നത്. പുറമെ 6 മാസത്തോളം വേണ്ടിവരുന്ന ചികിത്സാ ചെലവ് വേറെയും. വളരെ മാന്യമായി ഒരു സാധാരണ ജീവിതം നയിച്ചു വന്ന അദ്ദേഹത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമ്പത്തിക ബാധ്യത സ്വയം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് പുല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അതിന് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നിങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ സഹകരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായ എത്രയോ ആളുകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നാൽ അത്തരം ഒരവസ്ഥ നമുക്കാണെങ്കിലോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ തരത്തിലുള്ള വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടുവാനുള്ള ഒരു മാർഗം സദക്കയാണ്. സദക്ക ആപത്തുകളെ തടയുമെന്ന പ്രവാചക വചനം നാം ഓർക്കുക. ഈ സഹോദരനെ ഈ ഒരു പ്രതിസന്ധിയിൽ സഹായിക്കുവാൻ നിങ്ങളെല്ലാവരും രംഗത്ത് വരണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ചേർത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലോ നേരിട്ടോ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് അക്കൗണ്ടിലൂടെ പണം അയക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളാലാവുന്ന വിധം സഹായം എത്തിച്ചു തന്നുകൊണ്ട് ഈ സഹോദരനെ സഹായിക്കുവാൻ, ഈ ആവശ്യം പൂർത്തീകരിക്കുവാൻ മുന്നോട്ട് വരണമെന്ന്, സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സർവശക്തനായ നാഥൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ.